ഹായ് സുഹൃത്തുക്കളെ, ഞാൻ ഇന്നൊരു സ്പെഷ്യൽ ഒരു സബ്ജക്റ്റാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. കാരണം മെഡിക്കൽ അസ്ട്രോളജിയുമായിട്ട് ബന്ധപ്പെട്ട് മെഡിക്കൽ അസ്ട്രോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് അസുഖം വന്നാലും നമുക്ക് ഈസിയായിട്ട് കണ്ടുപിടിക്കാം. നിങ്ങളുടെ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് മാത്രം മതി. പിന്നെ അത് കാരണം നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരുപാട് വർദ്ധിച്ചു വരുന്ന ഒരുപാട് ക്യാൻസർ പേഷ്യൻ്റ് ഇങ്ങനെയുള്ള അസുഖങ്ങളുമായിട്ട് നരയിക്കുന്നുണ്ട്. പക്ഷേ എന്തായാലും നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് നോക്കിയിട്ട് നേരത്തെ തന്നെ ഇങ്ങനെയുള്ള അസുഖങ്ങൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പരിധി വരെ ഇത് തടയാനും പ്രിക്കോഷൻ എടുക്കാനും പറ്റും. കാരണം ക്യാൻസറിനകത്ത് ഇത് 1, 2, 3, 4 അങ്ങനെ 4 ഇതുണ്ടല്ലോ, ഓരോ സ്റ്റേജ് വരുന്നുണ്ടല്ലോ. അത് ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജിലായി കഴിഞ്ഞാൽ ഈസിയായിട്ട് നമുക്ക് അതിനെപ്പറ്റി ഈസിയായിട്ട് കണ്ടുപിടിച്ചിട്ട് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ഇതിനകത്ത് ഞാൻ 4 എക്സാമ്പിൾ നിങ്ങൾക്ക് തരുന്നുണ്ട്. 4 എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റും നമുക്ക്. കാരണം അത് റിസർച്ചിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം എങ്ങനെ ഇത് കണ്ടുപിടിക്കാമെന്നുള്ളതാണ്. അപ്പം ഞാൻ ഓൾറെഡി നോക്കിയിട്ടുള്ള ഒരു 4 ഇതും പിന്നെ കസ്റ്റമറിന് കൺഫേം ചെയ്ത കേസുകളാണ്. കാരണം ഇത് ചുമ്മാതെ പറയുന്നതല്ല. അതിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് 21 ഡിസംബർ 1988, 21 ഡിസംബർ 1988 11 AM 12 AM ഇടയ്ക്കുണ്ടായ ആൾ, 11 മണിക്കും 12 മണിക്കും ഇടയ്ക്കുണ്ടായ രോഹിണി നക്ഷത്രത്തിൽപ്പെട്ട ആൾ അല്ലെന്ന് ഈ ഒരു സമയം ഉണ്ടായ ആരാണെന്ന് വരിലും അവർക്ക് ക്യാൻസർ ഉണ്ടായിരിക്കും. അപ്പം അത് ഉറപ്പാണ്. ഒന്ന്. അടുത്തത് 21 ഡിസംബർ 1988. 21 ഡിസംബർ 1988 ഞാൻ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ്. കാരണം ഞാൻ ട്രാവൽ ചെയ്യുകയാണ്, ഗുജറാത്തിലാണ് ഉള്ളത്. അപ്പം ഞാൻ ട്രാവൽ ചെയ്യാമെന്നതിൽ ഇങ്ങനൊരു സബ്ജക്റ്റ് എടുത്തേക്കാവുന്നതുകൊണ്ട്. കാരണം ഈ 21 ഡിസംബർ 1988 7 AM 10 AM ഇടയ്ക്ക് ജനിച്ച ആൾക്കാർ, അവരുടെ കാർത്തിക പാദം 4 ആയിരിക്കും. അവരുടെ വീടിനടുത്തുള്ള ആൾക്കാർക്ക് ക്യാൻസർ വന്നിരിക്കും. അപ്പോൾ അങ്ങനെ ഓരോ വീടിനടുത്തെന്നാണ് പറഞ്ഞ കേട്ടോ ഇവരുടെ. കാരണം അതുവരെ നമുക്കറിയാം വീടിനടുത്ത് ക്യാൻസർ വന്ന് മരണപ്പെട്ട ആൾക്കാരുണ്ടായിരിക്കും ഈ കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ച ഇങ്ങനെയുള്ള ആൾക്കാർ. അതേമാതിരി ചില കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ച് അവരുടെ വീടിനടുത്ത് ആക്സിഡൻറ്റ് പറ്റാനെന്ന് പറഞ്ഞാൽ അത് ഇവർ ഈ നക്ഷത്രത്തിൽ ജനിച്ച ആളിൻ്റെ വീടിൻ്റെ അടുത്ത് ആക്സിഡൻറ്റ് പറ്റി ആൾക്കാർ മരണപ്പെടും. ആക്സിഡൻറ്റും പറ്റി ക്യാൻസർ പോലുള്ള അസുഖങ്ങളും വന്ന് ആൾക്കാർ മരണപ്പെടും. അപ്പോൾ ഇത് 100%. പിന്നെ അടുത്ത ഡേറ്റ് ഓഫ് ബർത്ത് പറയാം. അപ്പോൾ ഇത് കുഞ്ഞൊളി സംഭവം അല്ലേ. അത് സാധാരണ ഇവിടെ ഒരു ആസ്ട്രോളജി പറയുന്ന മാതിരിയല്ല. കാരണം അപ്പോൾ അവർ പറഞ്ഞിട്ട് പൈസ വാങ്ങിച്ച് ഒരു കർമ്മത്തിന് ഒരാൾക്കും പൈസ കൊടുക്കല്ല. ഒരു കാരണവശാലും 1 രൂപ പോലും ഒരാൾക്കും കൊടുക്കല്ലേ. അതേമാതിരി നിങ്ങൾക്ക് ഇപ്പോൾ യൂട്രസുമായിട്ടോ എന്ത് അസുഖം ഉണ്ടെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാം. നമുക്ക് അടുത്ത ഒരു ഡേറ്റ് ഓഫ് ബർത്ത് പറയാം. 21 ഡിസംബർ 1995. 21 ഡിസംബർ 1995 5 AM ഈ ഒരു ആളിൻ്റെ ഇതൊന്ന് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കേട്ട പാദം 1 100% ക്യാൻസർ വന്നിരിക്കും. 100% ഇവർക്ക് ക്യാൻസർ വന്നിരിക്കും. അപ്പോൾ ഇത് ചുമ്മാ പറയുന്നതല്ല. നമ്മൾ നോക്കുക വിത്ത് എവിഡൻസ്. ഈ ഒരു ലഗ്നമുള്ള ആൾക്കാരെ 100% ക്യാൻസർ വന്നിരിക്കും. അപ്പോൾ അതേമാതിരി നമുക്ക് നമ്മുടെ ജീവിതത്തിലുള്ള നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഏത് അസുഖങ്ങളും നമുക്ക് കണ്ടുപിടിക്കാനും പറ്റും. നേരത്തെ അതനുസരിച്ച് ട്രീറ്റ് ചെയ്യാം. ചില ആൾക്കാർക്ക് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് നോക്കിയിട്ട് നമ്മുടെ ശരീരത്തെ ഓരോ 12 ഭാഗങ്ങളായിട്ട് തിരിക്കുന്നുണ്ട്. ഈ 12 ഇതിൽ നിന്ന് നമുക്ക് ഓരോ ശരീരത്തെ നമ്മുടെ ഓരോ ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് അങ്ങനെ പലതും ഡേറ്റ് ഓഫ് ബർത്ത് നമുക്ക് കണ്ടുപിടിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് എവിടെ എന്ത് അസുഖം വരാൻ സാധ്യതയുണ്ട്, പിന്നെ നമ്മുടെ ഭരിക്കുന്ന ഗ്രഹങ്ങൾ നോക്കിയിട്ട് അവരെ എന്തൊക്കെയാണ് പഠിപ്പിക്കേണ്ടത്, എങ്ങനെ അവർ മോട്ടിവേറ്റ് ചെയ്യണം. അതേമാതിരി കുട്ടികളെ, അതേമാതിരി ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവരുടെ ബിസിനസ് ഡ്രോപ്പ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് എങ്ങനെ നമ്മൾ പ്രാക്ടിക്കലി അതിന് സൊല്യൂഷൻ കണ്ടെത്താം. അതേമാതിരി ഇതിപ്പോൾ ഡോക്ടേഴ്സായാലും എഞ്ചിനീയേഴ്സായാലും വക്കീലായാലും പോലീസായാലും രാഷ്ട്രീയക്കാരായാലും എല്ലാത്തിനും നമ്മൾ പരിഹാരമാണ് പറഞ്ഞു കൊടുക്കുന്നത്. അതേമാതിരി നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും വരാൻ അസുഖങ്ങളുണ്ട്. സപ്പോസ് നമുക്ക് ചില ആൾക്കാർക്ക് പൈൽസ്, നമ്മൾ പറയും പൈൽസ് എല്ലാം റിലേറ്റഡ് ആയിട്ട് ഇന്ന പോർഷൻ മുതൽ ഇന്ന പോർഷൻ വരെ. അപ്പോൾ ഇന്നലെ ഒരാളോട് ചോദിച്ചപ്പം എടുത്ത ബ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഇന്നടത്ത് അസുഖം ആദ്യം സമ്മതിച്ചില്ല. നോക്കിയപ്പോൾ മൂക്കിൽ നിന്ന് ബ്ലഡ് വരാനുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ പല അസുഖങ്ങളും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അല്ലെന്ന് വരിയിൽ ചിലപ്പോൾ യൂട്രസായിട്ടുള്ള ബന്ധപ്പെട്ട അബോർഷൻ സംഭവിച്ചു. കഴിഞ്ഞ ദിവസം ഒരാൾ ചോദിച്ചപ്പോൾ മൂത്ത കുട്ടി അബോർഷനായി. അതിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് വേണേൽ പറഞ്ഞുതരാം. ഡേറ്റ് ഓഫ് ബർത്ത് പുള്ളി സൗദിയിൽ നിന്നാണ് വിളിച്ച, പേര് ബിനു എന്നാണ്. അത് വേണമെന്ന് വരി ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റാണ്. പുള്ളിയുടെ ഞാൻ അടുത്ത് പോയി ചോദിച്ചു മൂത്ത കുട്ടി അങ്ങനെ. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു അബോർഷൻ പറ്റിയില്ലയോ, മരിച്ചു. അതായത് അബോർഷൻ യോഗമില്ല ഇവിടെ.
അവിടെ വേറെ ദോഷം ഉണ്ടായിരുന്നു, മാന്ദ്യമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങളും അറിയാം. നമുക്ക് ഒരു കുട്ടി അല്ലെന്നൊരു രണ്ടാമത്തെ കുട്ടി ഇങ്ങനെ അബോർഷനായിട്ട് വരാൻ സാധ്യതയുണ്ടോ, വൈഫ് ഡൈവേഴ്സ് ആകുമോ, അല്ലെന്നൊരു പ്രശ്നമുണ്ടോ, മാരേജുമായിട്ട് പ്രശ്നമുണ്ടോ. അപ്പോൾ എല്ലാം നമ്മൾ ഒരു ഡേറ്റ് ഓഫ് ബർത്തും വെച്ച് മാത്രമാണ്. അല്ലെന്നൊരു ഇപ്പം നമ്മളിപ്പോൾ ഒരു മമ്മൂട്ടിയുടെ ഒരു വീഡിയോ ചെയ്തിട്ട് അതിനകത്ത് മുജ്ജന്മം കറക്റ്റായിട്ട് ഒരാളുടെ പുള്ളിയുടെ അത് മുജ്ജന്മം എടുത്ത് ഇതിനകത്ത് നമുക്ക് ആരുടെ വേണമെങ്കിലും മുജ്ജന്മം എടുക്കാം. അല്ലെന്നൊരു ഇവരുടെ ഇത് എന്താ പറയാൻ പറ്റുന്ന ഇവരുടെ കുലദൈവങ്ങൾ, ചില ആൾക്കാർക്ക് കുലദൈവമായിട്ട് ബന്ധപ്പെട്ട് അല്ലെന്നൊരു ശുക്രനുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ ജന്മത്തിൽ തന്നെ ആരെ ദ്രോഹിച്ചിട്ടുള്ളത്, പെൺകുട്ടികളെ ദ്രോഹിച്ചിട്ടുള്ളത് ഈ ജന്മത്തിലോട്ടത് കർമ്മ ട്രാൻസ്ഫർ ചെയ്യും. അങ്ങനെ ഓരോ ട്രാൻസ്ഫർ ചെയ്യുന്നത് ഒരു ആൾക്കാർ പിന്നെ അതിനകത്ത് ഓരോ പരിഹാരങ്ങൾ, അല്ലെ വ്യാഴവുമായിട്ട് ബന്ധപ്പെട്ട് കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട പല പ്രശ്നങ്ങൾ, അപ്പോൾ അതിനുള്ളത് ഇപ്പം ഇങ്ങനെയൊക്കെ ഉള്ള ഓരോ കാര്യങ്ങൾ. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് ഡീറ്റെയിൽഡായിട്ട് നോക്കേണ്ട കാര്യമുണ്ടെന്ന് ഇതിനകത്ത് വാട്സപ്പ് നമ്പറുണ്ട് 8086871463. ആ നമ്പറിൽ വാട്സപ്പ് അയച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ റിപ്ലൈ കിട്ടുന്നതാണ്. വിശദമായിട്ടുള്ള അതിന് അപ്പോയിൻമെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ കാര്യങ്ങൾ വിശദമായിട്ട് പറഞ്ഞു തരുന്നതാണ്. ഡീറ്റെയിൽഡായിട്ട് ഓരോ കാര്യങ്ങളും അറിയാം. അപ്പം നിങ്ങൾക്ക് 4 ഡേറ്റാണ് കൊടുത്തത്. ഈ 4 ഡേറ്റിനകത്ത് കറക്റ്റ് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ 3 ആൾക്കാർക്ക് പൂർണ്ണമായിട്ട് ക്യാൻസർ ഉള്ളത്, ഒരാളിൻ്റെ വീടിൻ്റെ അയൽവക്കത്ത് ക്യാൻസർ ഉള്ളത്, 1 രോഹിണി, 2 കേട്ട രോഹിണി, പിന്നെ കാർത്തിക. അപ്പോൾ ഇങ്ങനെയുള്ള നക്ഷത്രമാണ് നമ്മളെടുത്തത്. ഇതുകൂടാതെ വേറൊരു ഡേറ്റ് കൂടെ പറയാം. ഇന്ന് ഡേറ്റ് 31. നാളെ ജനിക്കാൻ പോകുന്ന ഒരു കുട്ടി, നാളെ അതായത് 1 ഏപ്രിൽ 2025 ജനിക്കാൻ പോകുന്ന ഒരു കുട്ടി 5:30-നും 9:30-നും, അതായത് നാളെ 5:30-നും 9:30-നും ഇടയ്ക്ക് ജനിക്കാൻ പോകുന്ന ഒരു കുട്ടി. അഥവാ ഞാൻ പറയാൻ ഇത് ആരെങ്കിലും ഈ വീഡിയോ കേൾക്കുന്നുണ്ടെന്ന് വെച്ചാൽ ഈ ഒരു ടൈമിലെ ഉള്ള ബർത്ത് ടൈം 1 hour ബിഫോറും 1 hour ആഫ്റ്ററും ആക്കി മാറ്റാൻ നോക്കുക. കാരണം അവർക്ക് വേറെ പല പ്രശ്നമുണ്ട്. ക്യാൻസർ 100% വന്നിരിക്കും, 100% ക്യാൻസർ വന്നിരിക്കും. 1 ഏപ്രിൽ 2025 നാളത്തെ കഥയാണ് പറഞ്ഞത്, 5:30-നും 9:30-നും ഇടയ്ക്ക്. അപ്പം ഇവർ കാർത്തിക നക്ഷത്രം പാദം 2 ആയിരിക്കും ജനിക്കുക. കാർത്തിക നക്ഷത്രം പാദം 2. അപ്പോൾ ഈ ഒരു സമയത്ത് ജനിക്കുന്നവർക്ക് കളസർപ്പയോഗവും ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ വരും. ഇത് മാത്രമല്ല, കളസർപ്പയോഗവും വരും. 1 ഏപ്രിൽ 2025 5:30 കാർത്തിക നക്ഷത്രമായിരിക്കും. അപ്പോൾ ഇവർക്ക് കളസർപ്പയോഗം ഉൾപ്പെടെ ഉള്ള പ്രശ്നങ്ങൾ വരും. അപ്പോൾ ഇതുകൊണ്ട് ഒന്ന് ശ്രദ്ധിക്കുക. ഈ ഒരു ഡേറ്റ് ഒഴിവാക്കാൻ പറ്റാതെ ഒഴിവാക്കാം. പിന്നെ ഞാൻ ഇത് തന്നെ മെഡിക്കൽ അസ്ട്രോളജിയുടെ ഈ ഒരു ക്യാൻസർ മാത്രമല്ല, ഏത് അസുഖമാണെങ്കിലും നമുക്ക് ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചിട്ട് ആൾക്കാർക്ക് ആർക്കൊക്കെ ഏതൊക്കെ അസുഖം വരും, എന്തൊക്കെ വരും എന്ന് ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇത് മെഡിക്കൽ അസ്ട്രോളജി എന്ന് പറഞ്ഞ് ഞാനൊരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇതിനകത്ത് ലിങ്ക് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ പോയി കാണുക. അപ്പോൾ ഇതേമാതിരി ഇതുമായിട്ട് ബന്ധപ്പെട്ട റിലേറ്റഡ് ആയിട്ടുള്ള പോർഷനിലായിരിക്കും കൂടുതൽ ക്യാൻസർ വരാനുള്ള സാധ്യതയുള്ള ഈ ആൾക്കാർക്ക് ഈ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചിട്ട് നമുക്ക് എല്ലാ അസുഖങ്ങളും പറയാം. അപ്പം ഇത് നിങ്ങളിപ്പോൾ അത് ഞാൻ മെയിൻ വരാനുള്ള അസുഖം മനുഷ്യനെ ഇപ്പം എനിക്കായാലും നാളെ വരാം, നിങ്ങൾക്കായാലും വരാം. അപ്പം അതൊരു ഇഷ്യൂ അല്ല. കാരണം നമ്മൾ ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഫസ്റ്റ് സ്റ്റേജ് സെക്കൻഡ് സ്റ്റേജിലൊക്കെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്കത് നേരത്തെ തന്നെ ക്യൂർ ചെയ്യും. കാരണം ഇത്ര ടെക്നോളജി ഇത്ര വളർന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. കാരണം ഒരുപാട് ക്യാൻസർ പേഷ്യൻറ്റും, ക്യാൻസർ എന്നാൽ ഏത് അസുഖം വന്നു കഴിഞ്ഞാലും മനുഷ്യനെന്ന് പറഞ്ഞാൽ പെട്ടുപോകും. അതേപോലെ ഇൻഷുറൻസ് ഇല്ലാത്തവരെ എല്ലാവരും ഇൻഷുറൻസ് എടുക്കുക. പ്രധാനമന്ത്രിയുടെ അതും ഇതും പല രീതിയിലുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. കാരണം അത് പ്രിക്കോഷൻ നമ്മുടെ ജീവിതത്തിലെന്ന് പറഞ്ഞാൽ ഒരു താളം തെറ്റുന്ന സംഭവം. ഇൻഷുറൻസ് ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ബഡ്ജറ്റ് കയറി വരുന്നത്, അതൊന്നും ചെറിയ ഇതേ വരത്തുള്ളൂ. പക്ഷെ തന്നെ നമ്മൾ റെഗുലറായിട്ട് അല്ലെന്നൊരിൽ ഇത് BPL ഉള്ള ആൾക്കാർക്കും പ്രധാനമന്ത്രിയുടെ ഇതേ അങ്ങനെ ഇങ്ങനെ പല ക്യാൻസറുണ്ട്. പിന്നെ ഹോസ്പിറ്റൽ അറിയാമല്ലോ, കഴിവതും ഹോസ്പിറ്റലിൽ കയറാതിരിക്കുക. കള്ളന്മാരാ തെണ്ടികളെ കൊന്നുകളയും. അത് പ്രത്യേകിച്ചൊന്ന് ശ്രദ്ധിക്കും. കഴിവതും ഹോസ്പിറ്റലിൽ കയറാതിരിക്കാനുള്ളതൊക്കെ. അപ്പം പിന്നെ എല്ലാവരും ആരോഗ്യമായിട്ടിരിക്കാൻ എക്സസൈസും കാര്യങ്ങളും എല്ലാം കൂടെ സ്റ്റാർട്ട് ചെയ്ത് എടുത്ത് ചെയ്യാൻ നോക്കുക. കാരണം അസുഖം എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫിലെ താളം തെറ്റിപ്പോകുന്നതാണ്. അപ്പം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മെഡിക്കൽ അസ്ട്രോളജിയുടെ ഇതും കാണുക. പിന്നെ ആർക്കെങ്കിലും നമ്മുടെ ക്ലാസ്സുമായിട്ട് ക്ലാസ്സിൽ ചേർന്ന് പഠിക്കാനും എടുക്കാനും ഇങ്ങനെയുള്ള സബ്ജക്റ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള താല്പര്യമുള്ള ആൾക്കാരുണ്ടെന്ന് വരിൽ ഇതിനകത്തൊരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്, അതിനകത്ത് ജോയിൻ ചെയ്യുക. പിന്നെ നമ്മുടെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് സബ്ജക്റ്റ് വരുന്നുണ്ട്, ഓരോ നാളുമായിട്ട് ബന്ധപ്പെട്ടും അല്ലാതെ. അപ്പോൾ എന്ന് പറഞ്ഞാൽ പിന്നെ ആൾക്കാർ അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് വേണമെന്ന രീതിയിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ളത്. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടതിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.